ബദർ യുദ്ധസ്മരണ നിറയുന്ന ദിനം. ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ത്യാഗോജ്ജലമായ ബദർ ദിന ഓർമ്മകളെ അനുസ്മരിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായികളും മക്ക ഖുറൈശികളും തമ്മിലുള്ള യുദ്ധത്തെയാണ് ബദർ ദിനമായി വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരുടെയും സത്യനിഷേധികളുടെയും യുദ്ധമാണ് ബദർ യുദ്ധത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ വഴിത്തിരിവായ ബദർ യുദ്ധം നടന്നത് ഹിജറ 2-ാം വർഷത്തിലെ റമളാൻ 17-നായിരുന്നു. അത്യുഷ്ണമുള്ള ഒരു വെള്ളിയാഴ്ച മുസ്ലിങ്ങളും ഖുറൈശികളും ബദർ എന്ന സ്ഥലത്ത് ഏറ്റുമുട്ടി. അംഗബലം കുറവായിരുന്നിട്ടും മുസ്ലിങ്ങൾ നേടിയ വിജയമാണ് മക്കയിലും മദീനയിലും ഇസ്ലാമിന്റെ വേരുറപ്പിക്കാൻ സഹായകമായതെന്നാണ് വിശ്വാസം. ഇസ്ലാമിൽ സായുധ പ്രതിരോധത്തിന് ആദ്യമായി ദൈവം അനുമതി കൊടുക്കുന്നതും ബദർ യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ പങ്കെടുത്ത 313 ബദരീങ്ങളിൽ 14 പേരാണ് മരണപ്പെട്ടത്. വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഷെയ്ഖുന ബഷീർ ബാഖവി പൊന്മള നേതൃത്വം നൽകി. തുടർന്ന് പള്ളി പ്രസിഡന്റ് അസ്ലം പാലാറയുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണവും നടന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളാഞ്ചേരി മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബദർ ദിനത്തോടനുബന്ധിച്ച് വളാഞ്ചേരി മഹല്ല് ജുമാ മസ്ജിദിൽ മജ്‌ലിസ് നൂറും അതുപോലെ തന്നെ ബദർ മൗലൂദും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷണ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്യാഗോജ്ജലമായ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബദർ ദിനം. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം, wow, versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.